അല്ല, അമ്മ വന്ന് ഡ്രസ്സ് പോലും മാറ്റാതെ എന്തോ ചെയ്യുന്നേ? നാളെ വിഷു അല്ലേടാ, എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ചില്ലറ മാറ്റുമായിരുന്നു. പണ്ടൊക്കെ വിഷു എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. എന്താ അമ്മേ? അന്ന് ഞാൻ കുഞ്ഞായിരുന്നില്ലേ, അന്ന് എനിക്ക് ഇങ്ങോട്ട് വിഷു കൈനീട്ടം കിട്ടുമായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കണം. അന്ന് എന്തോരം വിഷു കൈനീട്ടമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ആ, അതൊക്കെ ഒരു കാലം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്കിങ്ങോട്ട് കിട്ടുമല്ലേ. അറിയാം. ആ അമ്മ ചോദിക്കാൻ വിട്ടുപോയി, നാളെ എവിടേക്കാ പോകുന്നത്? എവിടെ പോവാൻ? അല്ല, നാളെ വിഷു അല്ലേ, ഓരോ സ്ഥലത്തും പോകണ്ടേ? മനസ്സിലായി. ഓരോ സ്ഥലത്തും പോയാലല്ലേ വിഷു കൈനീട്ടം മേടിക്കാൻ പറ്റത്തുള്ളൂ. മോൻ വിഷു കൈനീട്ടം മേടിക്കുമ്പോഴേ എൻ്റെ കയ്യിൽ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ പോകണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉയ്യമ്മ ചതിക്കരുത്. എൻ്റെ ആകെയുള്ള പ്രതീക്ഷ വിഷു കൈനീട്ടത്തില്ല, അതൊന്നും ഇല്ലാണ്ടാക്കരുത്. എന്താ മോളൂ? അമ്മേ, വിഷുവിന് പടക്കമൊന്നും വാങ്ങിച്ചില്ലല്ലോ. അല്ലെങ്കിലേ വിഷുവിന് ഒരു ദിവസത്തിന് വേണ്ടി കയ്യിലിരുന്ന കാശ് മുഴുവൻ പൊട്ടിച്ചിട്ടിരിക്കുക. ഇനി പടക്കം കൂടെ മേടിച്ച് പൊട്ടിക്കാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അമ്മേ, വിഷു വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്, അന്നെങ്കിലും അമ്മയുടെ ചേച്ചിത്തരം ഒന്ന് മാറ്റിക്കൂടെ? പോയേക്കാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കവളത്തായിരിക്കും പടക്കം പൊട്ടുന്നത്.